നമസ്കാരം. സഹായി.comന്റെ എക്സൽ ടൂൾ പരമ്പരയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇപ്പോൾ കേരളം. ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായി കേരളത്തിലെ 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണത്തിൻ്റെ തിരക്കിലുമാണ്. സ്ഥാനാർത്ഥികളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു കടമ്പയുണ്ട്. അതായത് വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കി അവരുടെ വീടുകളിലെത്തിക്കും. കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ PNOമാർ മുഖേന ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വീടുകളിൽ എത്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം അറിയാം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് PNOമാരൊക്കെ വള്ളത്തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിൽ PNOമാർ മുഖേനയുള്ള വോട്ടർ സ്ലിപ്പ് വിതരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ, ഒരുപാട് മനുഷ്യാധ്വാനം വേണ്ടിവരുന്ന ഒരു സംഗതിയാണ്. എങ്കിൽ പോലും ഇത് മാനുവലായി കൈകൊണ്ട് എഴുതിയാണ് നാളിതുവരെയും സ്ഥാനാർത്ഥികളെല്ലാം ഇത് വീടുകളിൽ എത്തിക്കൊണ്ടിരുന്നത്. നമുക്കെല്ലാം അറിയാം, ശരാശരി ഒരു 1200 മുതൽ 1500 വരെ വോട്ടർമാർ ഒരു തദ്ദേശ സ്വയംഭരണ വാർഡിലുണ്ടാകും. ഇവരുടെ എല്ലാ വിവരങ്ങൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കുക എന്നത് അങ്ങേയറ്റം മനുഷ്യാധ്വാനം വേണ്ടി വരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഇത് മാത്രമല്ല, മാനുവലായി ഇത് തയ്യാറാക്കുമ്പോൾ ഒട്ടനവധി തെറ്റുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനി അത്തരം ഒരു തലവേദന വേണ്ടതില്ല. വളരെ എളുപ്പം, വളരെ കൃത്യതയോടെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ അതുപോലെ എടുത്തുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ ഉപകരിക്കുന്ന ഒരു കിടിലൻ എക്സൽ ടൂളിനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ ഇലക്ഷൻ സമയത്ത് നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രന്മാർക്കും എല്ലാം ഏറെ ഇത് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. അതുപോലെ ഈ ഒരു എക്സൽ ടൂളും ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇമെയിലിലൂടെ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആവശ്യമുള്ളവർ sahayi.com@gmail.com മെയിൽ ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തെന്നും ഒന്ന് പരിശോധിക്കാം. ഞാൻ sahayi.com നിന്നും ലഭിച്ച ഇമെയിൽ പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഇമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. sahayi.com നിന്നും വോട്ടേഴ്സിലെ ക്രിയേറ്റർ ലഭ്യമാക്കിക്കൊണ്ടുള്ള ഇമെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ടൂള് സംബന്ധിച്ചിട്ടുള്ള കുറേ വിവരങ്ങൾ ഇമെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ അറ്റാച്ച്ഡായിട്ട് നമ്മളെ വോട്ടർ സ്ലിപ്പ് ക്രിയേറ്റർ ഫയൽ ഉണ്ടാകും. അതിൻ്റെ പുറത്ത് മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഒരിക്കലും ഈ എക്സൽ ടൂൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഏതൊരു എക്സൽ ഫയല് നമ്മൾ ജിമെയിലിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഓപ്പൺ ആവുക ഗൂഗിൾ ഷീറ്റിലാണ്. ഗൂഗിൾ ഷീറ്റിൽ ഓപ്പൺ ആയി കഴിഞ്ഞ ഫയൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എക്സൽ ടൂൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഡൗൺലോഡ് ബട്ടൺ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഫയല് സേവ് ചെയ്യണം എന്ന് ചോദിക്കും. അത് കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സ് അനുസരിച്ച് മാറും. ഇതിനകത്ത് ഇവിടെ ഇത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന രീതിയിലാണ് സെറ്റിങ്സ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നമ്മളെ ഡെസ്ക്ടോപ്പിലേക്ക് അങ്ങ് സേവ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് പോയി കഴിഞ്ഞു.
ഇത് ചില കമ്പ്യൂട്ടറിൽ ഇത് നേരിട്ട് ഡൗൺലോഡ്സിലേക്കായിട്ട് പോവുക. അങ്ങനെ അത് നിങ്ങൾ അവിടെ പോയി ആ ഫയൽ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫയല് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്നത് നമ്മുടെ എക്സൽ ടൂളിൻ്റെ ഹോം പേജാണ്. ഹോം പേജ് കാണുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ടാവും. ഈ വാർണിംഗ് മെസ്സേജിൽ നമ്മൾ എനേബിൾ എഡിറ്റിംഗ് നിർബന്ധമായി കൊടുത്തിരിക്കണം. അങ്ങനെ എനേബിൾ എഡിറ്റിംഗ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ടൂള് ഈ എക്സൽ ഫയല് നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഞാൻ എനേബിൾ എഡിറ്റിംഗ് കൊടുക്കുന്നു. എനേബിൾ എഡിറ്റിംഗ് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടൂള് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഹോം പേജിൽ കുറച്ച് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടൂളിൻ്റെ ഉപയോഗക്രമം, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ വിവരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഹോം പേജിൽ കൊടുത്തിരിക്കുന്നത്. ടൂളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനുള്ള വിശദമായി തന്നെ അതിന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇത് നമ്മൾ പോകുന്നത് ഇതിൻ്റെ വലതുവശത്ത് കുറേ ബട്ടണുകൾ നിങ്ങൾക്ക് കാണാം. ഈ ബട്ടണുകളെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡേറ്റ എൻട്രിക്ക് വേണ്ടിയാണ്. അപ്പം ഈ ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരാശരി ഒരു വാർഡിൽ 1500ഓളം വോട്ടർമാരുണ്ടാവും. അത് കൂടുതൽ വരാൻ സാധ്യതയില്ല. അത് തന്നെ ചില വലിയ വാർഡുകളിൽ ഒന്നിലധികം പോളിംഗ് ബൂത്തുകളുണ്ടാവും. കോർപ്പറേഷൻ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വാർഡിൽ തന്നെ 6 പോളിംഗ് ബൂത്ത് വരെ വരാം. അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ 4ഓ 5ഓ ഒക്കെ വരാം. ഗ്രാമപഞ്ചായത്തിനും 3ഉം 4ഉം ഒക്കെ വരുന്നതുണ്ട്. എന്തായാലും ചിലപ്പോൾ 1 ഉള്ള വാർഡുകളും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാർഡിൻ്റെ ഒരു പോളിംഗ് ബൂത്തിന് ഒരു വോട്ടർ പട്ടിക എന്ന രീതിയിലാണ് ഇതിനകത്ത് ഡേറ്റ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 6 പോളിംഗ് ബൂത്തുകൾ ഉള്ള രീതിയിലാണ് ഈ ടൂള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡേറ്റ പാർട്ട് 1ലേക്ക് ഞാൻ പോവുകയാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 1ലേക്ക് പോകാൻ പറ്റും. ഡേറ്റ എൻട്രിയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ട് 1 എന്ന് പറയുമ്പോൾ എന്താണ്? പോളിംഗ് ബൂത്ത് 1 മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ ഡേറ്റ എൻട്രി പേജാണ്. ഇതിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊണ്ടുവരണം. അതെങ്ങനെയാണ്? വിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മൾ പോവുക. അതിനുവേണ്ടി നേരെ sahay.comൻ്റെ തന്നെ ബ്ലോഗിലേക്ക് പോവുകയാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിനകത്ത് ഇലക്ടറൽ റോൾ ഇരിക്കുന്ന ഒരു പേജുണ്ട്. ആ പേജിലേക്ക് ഡയറക്റ്റായി പോകാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ പേജിലേക്ക് നേരിട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലോക്കൽ ബോഡി ഇലക്ഷൻ 2025 ഇലക്ടറൽ റോൾ എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് ആ പറയുന്ന ഇലക്ടറൽ റോൾ എടുക്കാനുള്ള പേജിലേക്ക് പോകാൻ കഴിയും. കേരളത്തിലെ അത് ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും അവിടുത്തെ ഏത് വാർഡിലെ ഏത് ബൂത്തിലെ വോട്ടർ പട്ടിക വേണമെങ്കിലും നമുക്ക് ഈ പേജിൽ നിന്നുകൊണ്ട് എടുക്കാൻ കഴിയും. അപ്പം എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്നത് ലോക്കൽ ബോഡിയാണ്. ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഏറ്റവും മേളിന് സി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സി മീൻസ് കോർപ്പറേഷൻ എന്നാണ്. അപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടികയും കാര്യങ്ങളും വേണം. നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. താഴോട്ട് ജി എന്ന് കൊടുത്തേക്കുന്നതെല്ലാം ഈ ഗ്രാമപഞ്ചായത്താണ്. ഈ ഏറ്റവും താഴെ എം കാണാം. എം എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയാണ്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ ആയാലും ഗ്രാമപഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഏതിലെ വോട്ടർ പട്ടിക വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരെണ്ണം എടുക്കുകയാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ആര്യങ്കോട്, അതൊരു ഗ്രാമപഞ്ചായത്താണ്. ഞാനതങ്ങ് എടുക്കുകയാണ്. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത്. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്താൽ ഇനി വാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ആര്യങ്കോട് പഞ്ചായത്തിലെ വാർഡുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് വാർഡിൻ്റെ വോട്ടർ പട്ടികയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനകത്ത് വെള്ളാങ്കൽ എന്ന് പറയുന്നൊരു വാർഡാണ്, അതായത് ആര്യങ്കോടിലെ വെള്ളാങ്കൽ എന്നൊരു വാർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്.
അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പോളിംഗ് സ്റ്റേഷൻ എടുക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും 2 പോളിംഗ് ബൂത്തുകളാണ് ആ പറയുന്ന വാർഡിലുള്ളത്. അപ്പം പോളിംഗ് ബൂത്ത് 2 പോളിംഗ് ബൂത്ത് ഒന്നുമാണ്. ഞാൻ 1ാമത്തെ പോളിംഗ് ബൂത്ത് സെലക്ട് ചെയ്യുന്നു. ഇനി അത് സെലക്ട് അടുത്ത ഭാഷയാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് വേണോ മലയാളം ഏതാണ് വോട്ടർ പട്ടികയിൽ ഏത് ഭാഷയിൽ വേണം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മൊത്തം ഇംഗ്ലീഷ് കിട്ടും. അത് ഇതിങ്ങനെ കൊടുത്തേക്കുന്നതിൻ്റെ വേറൊരു കാര്യം ഇപ്പം കന്നഡയൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളെ കാസർഗോഡ് പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഈ കന്നഡ സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപകാരത്തിന് വേണ്ടിയാണ് ആ ഭാഷകൾ ഏത് ഭാഷയെ വേണ്ടി എടുക്കാവുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വോട്ടർ പട്ടിക അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാനിപ്പോൾ മലയാളം തന്നെ എടുക്കുകയാണ്. ഇനി നമുക്ക് ആ പറയുന്ന ഒരു ക്യാപ്ചയുണ്ട്, അതുകൂടെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സെർച്ച് ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ ആര്യങ്കോട് പഞ്ചായത്തിലെ വെള്ളാങ്കൽ വാർഡിലെ 1ാം പോളിംഗ് ബൂത്തിലെ വോട്ടേഴ്സിൻ്റെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ ഈ വിവരങ്ങൾ നമ്മുടെ ടൂളിലേക്ക് കൊണ്ടുപോകണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. എങ്ങനെയാണ് നമ്മൾ എക്സൽ ടൂളിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുക? നേരെ നമ്മൾ നമ്മുടെ എക്സൽ ടൂൾ ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് നിലവിൽ കിടക്കുന്ന വിവരങ്ങളൊക്കെ ഞാനങ്ങ് ഡെലീറ്റ് ചെയ്ത് കളയുകയാണ്. നിലവിലെ വിവരങ്ങളെല്ലാം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നേരെ ഇതിനകത്ത് ആദ്യം ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ. ഈ ഡിസ്ട്രിക്റ്റ് നമുക്ക് കോപ്പി ചെയ്തെടുത്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്ന് നിൽക്കേണ്ട. ഇതിങ്ങനെ ജസ്റ്റ് തിരുവനന്തപുരം കോപ്പി ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ചെക്കുന്നു, കോപ്പി ബട്ടൺ. നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഡിസ്ട്രിക്റ്റ് അവിടെ സേവായി. ഇപ്പം നമ്മുടെ ജില്ലയുടെ പേര് സേവായി കഴിഞ്ഞു. ഇനി അടുത്ത് പോകുന്നത് ലോക്കൽ ബോഡിയാണ്. അപ്പോൾ ആര്യങ്കോട് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ കോപ്പി. ടൂളിലേക്ക് കൊണ്ടുവന്നിട്ട് ലോക്കൽ ബോഡി അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ലോക്കൽ ബോഡി അവിടെ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ വാർഡാണ്. അപ്പം വാർഡ് എടുക്കുന്നു. വാർഡ് വെള്ളാങ്കൽ വാർഡാണ്. കോപ്പി ചെയ്യുന്നു, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. വെള്ളാങ്കൽ വാർഡുമായി. ഇനി നമ്മുടെ പോളിംഗ് ബൂത്ത് അതിൻ്റെ പേരാണ് നമുക്ക് ഇനി വേണ്ടുന്നത്. അത് ജസ്റ്റ് ഇതേ കണക്ക് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇതുപോലെ ആ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വോട്ടർമാരുടെ വിവരങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? നേരെ അതിലേക്ക് പോകുന്നു. ഇതിൻ്റെ സീരിയൽ നമ്പർ 1 ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് ഏറ്റവും അവസാനം വരെ ഉള്ള വോട്ടർമാരുടെ അവിടെ വരെ നമ്മൾ ഡ്രാഗ് ചെയ്ത് അത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യുന്നു. എങ്ങനെയാണ്? റൈറ്റ് ബട്ടൺ ഞെക്കി കോപ്പി ചെയ്യുന്നു. ഇത് ഈ 1 പറയുന്ന ഇപ്പുറത്തല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ഈ 1 തന്നെയാണ്. 1 ക്ലിക്ക് ചെയ്തിട്ട് നേരെ പേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം നോക്കി, ആ പറയുന്ന പേജെല്ലാം ആ വോട്ടർമാരുടെ എല്ലാം പേര് ഇവിടെ ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കഴിഞ്ഞില്ല, ഇതിൻ്റെ അവസാനം എടുത്ത് നോക്കണം. ഇതിനകത്ത് കൂട്ടി ചേർത്ത പേരുകൾ എന്ന് പറഞ്ഞ ഒന്നും കൂടെ വരും. അതും കൂടെ നമുക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഒരുപാട് പേരുടെ പേരുണ്ട്, അതും കൂടെ കോപ്പി ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ഞെക്കുന്നു, കോപ്പി. അതും ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നോക്കി, ഇത്രയും പേരുടെ പേരുമായി. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വോട്ടർ സ്ലിപ്പ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് സ്ലിപ്പിലേക്ക് പോകാം. സ്ലിപ്പിന് ചെല്ലുമ്പോഴേ പല വിവരങ്ങളും, അതായത് പഞ്ചായത്തിൻ്റെ പേരും വാർഡും ആ പറയുന്ന ബൂത്തിൻ്റെ പേരും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് 1 പാർട്ട് 1 എന്ന് വെച്ചാൽ 1ാമത്തെ സീരിയൽ നമ്പരും പാർട്ട് 1 എന്ന് വെച്ചാൽ 1ാമത്തെ പോളിംഗ് ബൂത്തുമാണ്. അതാണ് പാർട്ട് 1 അല്ലെങ്കിൽ ഭാഗം 1 എന്ന് പറയുന്നത്. അപ്പം ഇതിവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, വോട്ടർ പട്ടികയിലെ വിവരങ്ങളെല്ലാം തന്നെ ഈ സ്ലിപ്പിന് വന്നിട്ടുണ്ട്. ക്രമ നമ്പർ, ആളുടെ പേര്, വീട്ടു നമ്പർ, വോട്ടർ ID-യുടെ നമ്പർ അടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത്രയും സത്യം പറഞ്ഞാൽ പോളിംഗ് ബൂത്തിന് പോകാൻ ഒരു വോട്ടർ ഇത് മതിയാകും. എങ്കിലും
നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ ഈ വോട്ടർ സ്ലിപ്പുമായി വീടുകളിൽ പോകുമ്പോൾ അത് അവരുടെ ഒരു വോട്ടിംഗ് ക്യാമ്പയിനും കൂടെയാണ്. അവരുടെ ചിഹ്നം കൂടി ഇതിലേക്കൊന്ന് കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിഹ്നം ആഡ് ചെയ്യാനുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് ഈ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. എങ്ങനെയാണ് ഇതിനകത്തെ ഒരു ഇലക്ഷൻ്റെ സിമ്പൽ ആഡ് ചെയ്യുക എന്നുകൂടെ നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് ഈ സിമ്പല് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അതിനുവേണ്ടി നേരെ നമ്മൾ പോകുന്നത് ഇൻസേർട്ട് ബട്ടണിലേക്കാണ്. അപ്പോൾ ഇൻസേർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല എക്സൽ ഫോർമാറ്റുകളിലും പല പല വ്യത്യാസങ്ങളുണ്ടാകാം. ചിലതിനൊക്കെ ഡയറക്റ്റ് പിക്ചർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ ഈ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പിക്ചർ എന്ന് കാണും. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ദിസ് ഡിവൈസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ഈ പറയുന്ന സിമ്പല് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അതെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കുതിരയുടെ പടമാണ് എൻ്റെ സിമ്പൽ എന്ന് ആയിക്കോട്ടെ. അപ്പം ഞാൻ അത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. നോക്കി നമ്മുടെ കുതിര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സൈഡ്. അപ്പം ഇത് ഇത്രയും വലിപ്പത്തിനുള്ളതാണ്. അപ്പം ഇതിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു ഹാൻഡിൽ, ഒരു അഡ്ജസ്റ്റിംഗ് ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷിഫ്റ്റ് ബട്ടൺ ഞെക്കിക്കൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കുതിരയുടെ ഷേപ്പൊക്കെ മാറിപ്പോകും. അപ്പോൾ ഷിഫ്റ്റ് ബട്ടൺ ഞെക്കിക്കൊണ്ട് ഈ സാധനം ഇങ്ങനെ ചെറുതാക്കി നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇത് വലിച്ചെടുത്ത് താഴോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരിടത്തിരുന്നാൽ പോലുണ്ടോ, ഇത് നമുക്ക് താഴോട്ട് കൊണ്ടുവിടാം. അപ്പോൾ ഇതൊരു 10,000-ഓളം ഉണ്ട്. അപ്പോൾ ഈ 1000 ഇടത്തും ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അതിൻ്റെ കാര്യം എൻ്റെ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരെണ്ണം വന്നല്ലോ, ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഞാൻ തൊട്ട് താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം രണ്ടാമത് ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് ഞാൻ ചെയ്യുന്നത് കൺട്രോൾ എ അടിക്കും. കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെലക്ട് ആളെന്നാണ്. കൺട്രോൾ എ അടിക്കുമ്പം ഈ രണ്ടെണ്ണം സെലക്ട് ആവുന്നു. എന്നിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കി ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നേരെ താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം എന്തായി? ഈ പറയുന്ന രണ്ടെണ്ണം ഒരുമിച്ച് ഇവിടെ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതാണ് ഒരുമിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം. അപ്പം ഇത് രണ്ടെണ്ണം വന്നു. ഇത് ഞാൻ വീണ്ടും കൺട്രോൾ എ അടിക്കുമ്പോഴത്തേക്ക് രണ്ടും നേരത്തെ രണ്ടും കൂടെ സെലക്ട് ആയി 4 ആയി. അപ്പോൾ 1 2 ആയി, 2 4 ആയി, 4 8 ആയി, 8 16 ആയി, 16 32 ആയി, 32 64 ആയി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് പെട്ടെന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകാൻ ഇതിനകത്ത് കഴിയും. അപ്പം ഞാൻ ഇതിനും കൂടെ കൺട്രോൾ എ അടിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ റൈറ്റ് ബട്ടൺ ഞെക്കി കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇതിന് താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം 16 ആയിട്ടുണ്ട്. അപ്പം ഇനി വീണ്ടും കൺട്രോൾ എ കൊടുക്കുന്നു, അത് കോപ്പി ചെയ്യുന്നു, താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് 32 ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കൺട്രോൾ എ വീണ്ടും കൊടുക്കുന്നു, റൈറ്റ് ബട്ടൺ ഞങ്ങൾ കോപ്പി ചെയ്യുന്നു, തൊട്ട് താഴെ കൊണ്ടുവന്നിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പം അത് 64 ആയി അല്ലേ? കൺട്രോൾ എ ഒന്നും കൂടെ കൊടുക്കുന്നു, താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 64 എത്രയായി? ഇവിടെ കൊണ്ടുവന്നിട്ട് 128 ആയി. കണ്ടല്ലേ? മൊത്തം ചെയ്തിട്ടാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 500 എണ്ണം അല്ലെങ്കിൽ ഒരു 800 എണ്ണം നമുക്ക് ഇവിടെ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ചിഹ്നം വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു തവണ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും കൂടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു തവണ ചെയ്ത ജോലിയെ ഇതിനകത്ത് ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് വലിയ എളുപ്പം കിട്ടും. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിഹ്നമടക്കം ഉള്ള വോട്ടർ സ്ലിപ്പ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ പ്രിൻ്റ് റിവ്യൂ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു പേജിൽ 4 സ്ലിപ്പ് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പേജിൽ 4 സ്ലിപ്പ് വരും. അപ്പം ഒരു 25 പേജ് എടുത്താൽ അതിനകത്ത് 100 എണ്ണം ഉണ്ടാവും. അതായത് ഒരു കണക്ക്. അപ്പം ഇത് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വോട്ടർമാരുടെ വീടുകളിലേക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയും. അപ്പം ഇതിൻ്റെ സീരിയൽ നമ്പർ വൈസ് ആയിട്ട് കണ്ടുപിടിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അതിനുപരി വേറെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈകൊണ്ട് നേരത്തെ എല്ലാം അറിയാം, നിലവിൽ കൈകൊണ്ട് മാനുവലായിട്ടാണ് ഇത് എഴുതുക എന്ന് പറയുന്നത്.
പക്ഷെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പോളിങ്ങിന്റെ അന്ന് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ചില അത് എടുക്കാതെയൊക്കെ ആയിരിക്കും വരിക പോളിംഗ് വോട്ട് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അവർ ഇത് ഒന്ന് ഒരു സ്ലിപ്പ് കൂടെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കോപ്പിയും കൂടെ എടുത്ത് നമുക്ക് അവിടെ വെച്ചാണ് ഇവർക്ക് ഇഷ്യൂ ചെയ്യാനും കഴിയും. എത്ര കോപ്പികളോട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എളുപ്പം കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു ബൂത്തേ ആയുള്ളൂ. ഇനി നമ്മൾ അടുത്ത ബൂത്ത് രണ്ടാമത്തെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഡേറ്റ പാർട്ട് 2 ഇത് അവിടെ നമ്മൾ അപ്പുറത്ത് കൊടുത്ത ജില്ലയും വാർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരും എല്ലാം അവിടെ ആൾറെഡി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട. പിന്നെ ആകെപ്പാടെ വരുന്ന വ്യത്യാസം ഈ പറയുന്ന പോളിംഗ് ബൂത്തിലാണ്. അതുപോലെ ഈ പറയുന്ന ഡേറ്റ ഇതിപ്പം നിലവിൽ കിടക്കുന്ന ഡേറ്റ ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇത് കളഞ്ഞിട്ട് രണ്ടാമത്തെ ബൂത്തിൻ്റെ എടുക്കാൻ വേണ്ടി നേരെ അതേ സൈറ്റിലോട്ട് പോകുന്നു. പോയിട്ട് സെക്കൻഡ് പോളിംഗ് ബൂത്ത് സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇതിപ്പോൾ 1 ആയിരുന്നു. രണ്ടാമത്തെ എടുക്കുന്നു. രണ്ടാമത്തെ എടുത്തിട്ട് ഇവിടെ നമ്മുടെ ക്യാപ്ച കൊടുക്കുന്നു. സെർച്ച് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബൂത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ബൂത്തിൻ്റെ പേര് നമുക്കിവിടെ കോപ്പി ചെയ്യണം. അപ്പം ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പം അതേ നമ്മളെ രണ്ടാമത്തെ പോളിംഗ് ബൂത്തിൻ്റെ പേര് ബാക്കിയെല്ലാം അവിടെ ആൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി വോട്ടർമാരുടെ പേരും കൂടെ ഇവിടെ കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതേ കണക്ക് മൊത്തം അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. ഏറ്റവും അവസാനം വരെ നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കി. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ Ctrl+C അടിച്ചാലും മതിയാകും. നമ്മുടെ കീബോർഡിൽ Ctrl+C അടിച്ചാലും മതിയാകും. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ 1ാമത്തെ സീരിയൽ നമ്പറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ബട്ടൺ കൊടുക്കുന്നു. ഇതോടെ അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ടിച്ചേർത്ത പേരുകളും കൂടെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഇതേ കണക്ക് കോപ്പി ചെയ്യുന്നു. കീബോർഡിൽ തന്നെ ഞാൻ ചെയ്യുകയാണ്. Ctrl+C എന്നിട്ട് നേരെ അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പം നമ്മൾ വോട്ടർമാരുടെ രണ്ടാമത്തെ പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ വിവരങ്ങളും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ജോലിയൊന്നുമില്ല. ഈ സ്ലിപ്പ് പാർട്ട് 2ലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ലിപ്പാണ്. ഏതാണ് നമ്മളെ രണ്ടാമത്തെ പോളിംഗ് ബൂത്തിൻ്റെ സ്ലിപ്പാണ്. അപ്പം നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ പോളിംഗ് സ്റ്റേഷൻ്റെ പേര്. അതുപോലെ രണ്ടാമത്തെ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. അതുപോലെ പാർട്ട് 2 എന്നാണ് ഇവിടെ വരിക. പാർട്ട് 2 മീൻസ് ഇപ്പം രണ്ടാമത്തെ പോളിംഗ് ബൂത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിഹ്നം ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ. വളരെ എളുപ്പമാണ്. ഈ സ്ലിപ്പ് പാർട്ട് 1 പോയി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് Ctrl+A കൊടുക്കുന്നു. മൊത്തം സെലക്ട് ആവുന്നു. എന്നിട്ട് കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തിട്ട് നേരെ നമ്മൾ സ്ലിപ്പ് പാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഈ ചിഹ്നം സൈൻ അതുപോലെ ഓരോന്നോരോ എടുക്കേണ്ട അപ്പുറത്ത് ഏതെല്ലാവരും ഇങ്ങോട്ട് വെച്ചാൽ ആദ്യം നമ്മുടെ സൈനും ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന സംഗതി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതും ഇതുപോലെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തെ പാർട്ടും ഇതുപോലെ നമുക്ക് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി കൈ കൊണ്ട് ഈ പറയുന്ന സ്ലിപ്പ് എഴുതുന്നത് എത്രത്തോളം വലിയ ഒരു എന്താ പറയുന്നത് മനുഷ്യാധ്വാനം വരുന്നൊരു പണിയാണെന്ന് അത് ചെയ്തവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ ഒരു ടൂള് വലിയ സഹായമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരള ഒട്ടുക്ക് ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അവന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും അതിൻ്റെ പിന്നിൽ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളടക്കമുള്ളവർക്കും ഈ ടൂള് വലിയൊരു സഹായമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ടൂൾ ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ sahayi.com@gmail.com മെയിൽ ചെയ്യുക. മെയിലിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് മെയിലിലൂടെ തന്നെ നൽകുന്നതായിരിക്കും. ഇതുപോലെ ഉപകാരപ്രദമായ എക്സൽ ടൂളുകളുമായിട്ട് sahayi.com വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും വണക്കം.